ഇവിടെ ജോയ്സ് ജോർജ് ചെയ്യും. കാരണം ജോയ്സ് ജോർജ് ചെയ്യുന്ന മുമ്പ് ഭയങ്കര വികസന പ്രവർത്തനമായിരുന്നു ഇവിടെ. പിന്നെ ഈ ഡീൻ എന്ന് പറഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞ പാർലമെൻറ്റിൽ പോലും ശരിക്കും പ്രവർത്തിച്ചായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. ഡീൻ അതുകൊണ്ട് ഡീൻ പരാജയപ്പെടും. ജോയ്സ് ജോർജ് ജയിക്കും. അയാൾ നല്ല ഇടുക്കിക്ക് വേണ്ടി നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇവിടുത്തെ നമ്മുടെ ഈ ഇടുക്കി ജില്ലയിലെന്ന് പറഞ്ഞാൽ ഭൂമി സംബന്ധമായ കാര്യങ്ങളിലെല്ലാം നന്നായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് നമ്മുടെ ജോയ്സ് ജോർജ്. അതുകൊണ്ട് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ഇതാണ് ജോയ്സ് ജോർജ് ജയിക്കുള്ളൂ. ഇവിടെ ഇപ്പോൾ ജോയ്സ് ജോർജ് ആയാലും അവിടെ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ പറയുകയാണെങ്കിൽ അവർക്ക് സീറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഡീൻ ജയിച്ചാലും ഒന്നും പറയില്ലെങ്കിൽ അവിടെ ചെന്നാലും പറയുള്ളൂ. അവിടെ ഡീൻ ജയിക്കുകയായിരിക്കും അവിടെ നിന്ന് കേന്ദ്രത്തിൽ പോയി പറയാൻ സാധ്യതയുള്ളൂ. എന്നൊരു ഒരു പാർട്ടി എന്ന നിലയിൽ അവിടെ പറയുകയാണെങ്കിൽ ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ പറയുകയാണെങ്കിൽ കോൺഗ്രസ് ജയിച്ചതിൻ്റെ കാര്യമുള്ളൂ അവിടെ പറയാൻ. എന്ന് പറഞ്ഞിട്ട് എന്നാ കാര്യം? കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസ് അവിടെ ചെന്നിട്ട് അവര് മത്സരിക്കുന്ന പറഞ്ഞാൽ BJP-ക്കെതിരെയാണ്. അവിടെ ചെന്ന് പറയാൻ ദേശീയ പാർട്ടികളെ തെരഞ്ഞെടുത്തോളം അങ്ങനെ പോകാൻ സാധ്യതയുണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഏറ്റവും നമ്മുടെ ഈ സാഹോദര്യം നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടെ ഇടതുപക്ഷം ജയിക്കണം. എന്നാലാണ് നമ്മുടെ ഈ ഹിന്ദുവോ ക്രിസ്ത്യാനിയോ മുസ്ലിമോ എല്ലാവരും ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ വർഗീയവാദവും മതേതരത്വവും കാത്തു സൂക്ഷിക്കണം. ഇടതുപക്ഷം ജയിച്ചാൽ മാത്രമേ ഉള്ളൂ. ഇവിടെ കേരളത്തിൽ മാത്രമല്ലാണ്ട് അവിടെ കേന്ദ്രത്തിൽ എന്തെങ്കിലും പറയാൻ പറ്റുമോ? ആൾക്കാർ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടോ? ഏതായാലും ഇവിടെ ഈ ഇടതുപക്ഷം ജയിക്കുന്നത് ഉറപ്പാണ്. അവിടെ വോട്ട് കൂടുതൽ ആൾ ജയിക്കും. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല.